എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ നാട്ടിൽ പോകാനുള്ള പാക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ 2 ബാഗാട്ടോ കൊണ്ടുവന്ന്. ഈ ഒരു ബാഗ് കൊണ്ടുവന്നുണ്ട്. ഇത് നമുക്ക് ട്രെയിനിൽ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളാട്ടോ നമ്മൾ ഇതിലേക്ക് വെക്കണേ. ഇതിൽ വെക്കുന്നത് പറഞ്ഞത് നമുക്ക് ഞങ്ങൾ നേരെ പോകുന്നത് കാക്കുവിൻ്റെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ കാക്കുവിൻ്റെ വീട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോവുക. അപ്പോൾ കാക്കുവിൻ്റെ വീട്ടിൽ ചെന്നാൽ ഇടാനുള്ള ഡ്രസ്സ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ പോകുമ്പോൾ ഞങ്ങൾ കോപ്പർക്കാവക്കാണ് കേട്ടോ പോവുക. കോപ്പർക്കാവിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ എളാപ്പാരൊക്കെ അവിടെയാണ് കേട്ടോ താമസം. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നേരെ ഞങ്ങൾ പോവുക. അപ്പോൾ അവിടുന്ന് ഇട്ട് കൊടുക്കണം ഡ്രസ്സ്. അവിടുന്ന് ആയിരിക്കും ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാവും ഇട്ട് കൊടുക്കുക. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് 1 മണിക്ക് ഒക്കെ ആയിരിക്കും, 1 മണി 2 മണിയൊക്കെ ടൈമിലായിരിക്കും ഏകദേശം നമുക്കിത് വരുന്നത് ട്രെയിൻ ഉണ്ടാകുക. അപ്പോൾ അവർക്ക് 2 പേർക്കുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത് മീഷോന്ന് ഇട്ട ഡ്രസ്സാണ് കേട്ടോ ഇത്. കാരണം ഫുൾ കൈ ആകുമ്പോൾ എസിയിലാവുമ്പോൾ ചിലപ്പോൾ തണുപ്പുണ്ടാവും എന്ന് വിചാരിക്കണു. നമ്മൾ വേറെ ഒന്നും എടുത്തിട്ടില്ല, പുതപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും. അപ്പോൾ നമ്മൾ ഈ 2 ഡ്രസ്സ് അവർക്ക് അവിടുന്ന് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ എൻ്റെ കണ്ണട വെച്ചിട്ടുണ്ട്. കണ്ണട എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ചെന്നാൽ എനിക്ക് കണ്ണട ആവശ്യം വരും. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പൊടിയൊക്കെ അടിക്കുമല്ലോ. ഇവിടെ പൊടി ഇല്ല എന്നല്ല, ഇവിടെ അങ്ങനെ ഉപയോഗിക്കലില്ല. പിന്നെ നമ്മൾ മോനൊരു ഹുഡി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മച്ചുവിന് വേറെ തണുപ്പിൻ്റെ കുപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മച്ചു ഇടുന്ന സമയത്ത് ചിലപ്പോൾ അവനും വേണ്ടി വരും. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആവശ്യം വരും, ചിലപ്പോൾ ആവശ്യം വരില്ല. അത് അവൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ അവന് ഇട്ട് കണ്ടാൽ ചിലപ്പോൾ ആവശ്യം വരും. അപ്പോൾ അത് രണ്ടും ഒന്നിലാക്കിയിട്ട് പാക്ക് ചെയ്യാൻ കേട്ടോ. എടുക്കുന്ന സമയത്ത് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ഒരു ബാഗിൽ വെക്കുക. കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഒക്കെ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. കാരണം ബാഗിലെല്ലാം വേണമല്ലോ. പിന്നെ നമ്മൾ ഒരു കർച്ചീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ ഛർദ്ദിക്കുകയൊക്കെ ചെയ്താൽ ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തോർത്തൊന്ന് കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് വെക്കണം. എടുത്ത് വന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് കയ്യിൽപ്പെട്ടതുകൊണ്ട് അത് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം അത് പഠിക്കട്ടെ. പിന്നെ ഏറ്റവും വേണ്ടപ്പെട്ട സാധനം പമ്പേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയൊന്നും ആവശ്യമില്ല. ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു 10 എണ്ണമൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയൊന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അവന് ബാത്റൂമിൽ പോകാനും അതുപോലെ തന്നെ മൂത്രമൊഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവന് പറയും കേട്ടോ. ഇപ്പോൾ പറയാത്തൊരു സാഹചര്യം വന്നാലോ സ്വഭാവം മാറിക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ മച്ചുവിൻ്റെ മന്തി ക്യാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ അത് ഇടാനും വെക്കണില്ല. അത് ഞാൻ ഇട്ടുതരാം. ഇങ്ങോട്ട് വാ. നല്ല ആ തണുപ്പുള്ള ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. നല്ല എന്താ നീല കളർ ഡ്രസ്സൊക്കെ നല്ല ചുവപ്പ് കളർ ടൊപ്പി. ഇത് കാക്കൂൻ്റെ സെലക്ഷനാണ് കേട്ടോ. രസമുണ്ട്. പിന്നെ ഇത് എമർജൻസിക്ക് വേണ്ട കുറച്ച് മരുന്നുകളാണ് കേട്ടോ. ഈ മരുന്നില്ലാതെ എനിക്ക് നടക്കുകയില്ല. കാരണം മോനുവിൻ്റെ പല്ലുവേദനയുടെ മരുന്നാണ്. പല്ലുവേദനയുടെ ആശാനാണ് കേട്ടോ അത്. പിന്നെ പനിയുടെ അതുപോലെ തന്നെ ജലദോഷത്തിൻ്റെ മരുന്ന് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു ജലദോഷം ഉണ്ട്. അപ്പോൾ ജലദോഷത്തിൻ്റെ മരുന്ന് എടുത്തിട്ടുണ്ട്. എവിടെ മരുന്ന്? ഔട്ട് വലിച്ചത്. പിന്നെ ഗ്യാസിൻ്റെ മരുന്ന് എടുത്തിട്ടുണ്ട്. കാരണം ഗ്യാസിൻ്റെ മരുന്നില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. പിന്നെ എൻ്റെ കണ്ണിൻ്റെ മരുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണിൻ്റെ മരുന്ന് എന്ന് പറഞ്ഞാൽ ഈ ചൂടുകുരു ദേഹത്തൊക്കെ പൊന്തുന്ന എല്ലാവരും കേട്ടില്ല. പക്ഷെ എനിക്ക് കണ്ണിലാണ് കേട്ടോ പൊന്തുക. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് ചെന്നാൽ ഇടാനുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വലിയ പെട്ടിയിൽ നമ്മൾ വേറെയുള്ള സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് വേറൊരു കവറിലാക്കിയിട്ട് വെച്ചതാണ്. ചെന്നേക്ക് തന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് താഴ്ത്തു എടുത്തു വെക്കട്ടെ. പിന്നെ ഇതാ ലാസ്റ്റ് തൊപ്പി വെച്ചു. പിന്നെ സെക്കൻഡായിട്ട് നമ്മൾ കൊണ്ടുവന്നത് ഈ ഒരു പെട്ടിയായിരുന്നു കേട്ടോ. ഈ ഒരു പെട്ടി കെട്ടാൻ നിന്നപ്പോൾ തന്നെ പെട്ടി കെട്ടാൻ തരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതുമുള്ള കളികളായിരുന്നു കേട്ടോ നടന്നുകൊണ്ടിരുന്നതിന്. നമ്മൾ ഈ പെട്ടി എന്താ പറയുക, ചക്രമുള്ള വണ്ടിയുടെ മുകളിലൊക്കെ കയറി നിന്നിട്ട് ഉന്തി കളിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ കുട്ടിക്ക് അത് പെട്ടി കെട്ടാടുത്ത് നോക്കുമ്പോഴും അവനറിയില്ലല്ലോ ഇത് പോവുകയാണ് അല്ലെങ്കിൽ ഇത് പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാന്ന്. അതുകൊണ്ട് ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ അതിലൊക്കെ. പിന്നെ നമ്മൾ മച്ചുവിൻ്റെ ഫയലാണ് കേട്ടോ അത്. മച്ചുവിന് ഇങ്ങനെ ഡോക്ടറെയൊക്കെ കാണിക്കണമെന്നുണ്ട്. അപ്പോൾ പിന്നെ ഫയലുകളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് പുറത്തേക്ക് എടുത്തു കേട്ടോ. ഏറ്റവും മുകളിൽ വെക്കാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ അങ്ങനെ മറന്നു പോയാലോ, മേലെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്തേക്കാലോ അങ്ങനെ വിചാരിച്ചു. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് ഞാൻ നാട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഒരാഴ്ചക്കാണ് പോകുന്നത്. ഒരാഴ്ചക്ക് പോകുക എന്ന് പറഞ്ഞാലും ഒരു കൊല്ലത്തിന് പോകുകയാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയുന്നുണ്ടാവും എത്ര ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോയാലും നമുക്കിത് ഉണ്ടാവുമോ അല്ലെങ്കിൽ
ഇത്ര മതിയോ എന്നുള്ളൊരു തോന്നലുണ്ടാവും, കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പം ഞങ്ങൾ നിക്കാഹിന് ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ അതാ ഞാനിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ്, കാരണം ഞങ്ങൾ എത്തുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് വേറൊരു കവറിലാക്കിയിട്ട് വെച്ചാണ്. അത് പെട്ടെന്ന് വേറെ ഒന്നും നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് വന്നില്ലെങ്കിൽ ആ ഒരു കവർ എടുത്തിട്ട് ഓടാലേ നമുക്ക് പോകുമ്പോൾ, അങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ അതൊക്കെയുള്ള സംഭവങ്ങൾ, പിന്നെ നമുക്ക് ഇപ്പം നാട്ടിൽ പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ എടുത്താൽ മതി. ഇപ്പാക്കും അതുപോലെ തന്നെ ഉമ്മാക്കും ഇങ്ങനെ ഏറ്റാനുള്ള കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പം കൈ കൊണ്ട് ഷോൾഡർ കൊണ്ട് ചെയ്യാത്ത ആളാണ്, അപ്പോൾ വെയിറ്റ് ഒന്നും ഒരുപാട് എടുക്കണ്ടാന്ന്. അപ്പോൾ ഞാൻ അപ്പാനോട് പറഞ്ഞു ചെറിയൊരു ബാഗ് മാത്രമേ ഉള്ളൂ, എനിക്ക് അധികം ഒന്നും കൊണ്ടുപോകാനില്ല, നിക്കാഹിൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ്. പിന്നെ അതൊക്കെ പറഞ്ഞു വന്ന് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിക്കാഹിൻ്റെ ഡ്രസ്സ് മാത്രം പോരല്ലോ, അവിടെ ചെന്ന് ഇടാൻ, അതുപോലെ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഇടാൻ, അതിനുള്ള ചെരുപ്പ് എല്ലാ സംഭവങ്ങളും വേണം. അപ്പോൾ പാക്ക് ചെയ്ത് വന്ന് നോക്കുമ്പോൾ ഒരു സംഖ്യയുടെ സാധനം ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ തന്നെ. ഇപ്പം നാട്ടിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും, എത്ര നമ്മൾ കുറക്കാൻ ശ്രമിച്ചാലും കൂടിയും കൊണ്ടേ ഇരിക്കും സാധനങ്ങൾ. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥയും. കാരണം എത്ര ഞാൻ എടുത്തു വെച്ചാലും പിന്നെയും കുട്ടികളല്ലേ ചിലപ്പോൾ കളിക്കുമ്പോൾ മണ്ണാവുമോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ഡ്രസ്സുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നിക്കാഹിൻ്റെ ഡ്രസ്സ് ഇവിടെ എടുക്കേണ്ടിയിരുന്നില്ല എന്ന്, കാരണം നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് തന്നെ ഏറ്റി കൊണ്ടുപോകും വേണം, അതുപോലെ ഇങ്ങോട്ട് കൊണ്ടുപോകും വേണം. 4 ദിവസത്തിലാണെങ്കിലും ഇത് നമ്മൾ കൊണ്ടുപോയാലേ പറ്റൂ, കാരണം അവിടെ ചെന്നിട്ട് നമുക്ക് എടുക്കാനുള്ളൊരു ടൈമോ ഇതൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടായിരുന്നു പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സ് വേണം, കല്യാണത്തിന് ഇടാനുള്ള ചെരുപ്പ്, അതുപോലെ തന്നെ നിക്കാഹിന് ഇടാനുള്ളത് എല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഷൂവിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിന്ന് മേടിച്ചിട്ടുള്ളതാണ്. മീഷോന്ന് എപ്പോഴും മേടിക്കൊണ്ട് മീഷോ ആണോ ഫ്ലിപ്കാർട്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മീഷോന്ന് ആദ്യം പറഞ്ഞത്. ഈ പെട്ടി കെട്ടുന്ന കാണുന്ന സുഖമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ അത് കെട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ എന്തെടുത്തേക്കാണെങ്കിലും മച്ചുവിൻ്റെ സാധനം കണ്ടു കഴിഞ്ഞാൽ മച്ചു അതുകൊണ്ട് ഓടിയിരുന്നു, അതിൻ്റെ പിന്നാലെ ഓടിയിരുന്നു ഞാനും. കാരണം അവന് കണ്ണട മേടിച്ചിട്ടുണ്ടായിരുന്നു, കണ്ണട അവൻ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോനുവിൻ്റെ ചെരുപ്പ്, എന്ത് കണ്ടാലും ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാന്താണ് അവന്, കാരണം എവിടെ ചെരുപ്പ് കണ്ടാലും എടുത്ത് മണ്ടും. അതുപോലെ തന്നെ അവൻ്റെ ഓരോ സാധനങ്ങളും വെക്കുമ്പോൾ ഞാൻ ഓരോ തല്ലുകൂടിയിട്ടാണ് ഓരോന്നും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ കണ്ണട ഇട്ടിരിക്കുന്നത്, ഇത് കണ്ണട കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു യുദ്ധം വെട്ടിയിട്ടാണ് ഞാനത് എടുത്ത് വെച്ചത്. കാരണം കെട്ട് കൊടുക്കൊണ്ടല്ല, കാരണം നമ്മളിത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ മറന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്പൊക്കപ്പം പോയി കൊണ്ടുവന്നൊരു സ്ഥലമല്ലല്ലോ. പിന്നെ അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് മേടിക്കാനുള്ളൊരു ടൈമും ഇല്ല, കാരണം കുട്ടികളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മണ്ടിപ്പായുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം. ഇവിടെ ആകുമ്പോൾ കാക്കുണ്ടാവുകൊണ്ട് നമ്മളെ കൂടെ അങ്ങനെ നടക്കാനും ഒരാളുണ്ടല്ലോ. അപ്പോൾ ഫൈനലി ഇത്രയും സാധനങ്ങളായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മളെ പെട്ടിയേട്ടലൊക്കെ കഴിഞ്ഞു.